അരാവലി പർവ്വത മേഖലയിലെ തുടർ നടപടികൾക്കുള്ള വിലക്ക് സുപ്രീം കോടതി നീട്ടി. പർവ്വത മേഖലയിൽ അനധികൃത ഖനനമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അരാവലി പർവ്വതനിരകളുടെ നിർവചന മാറ്റത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ വിദഗ്ധ സമിതി അംഗങ്ങളുടെ വിശദാംശങ്ങൾ അമിക്കസ് ക്യൂറി നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, ഖനന വിലക്ക് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കോടതിയുടെ നടപടികൾ എന്തൊക്കെ ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്? അമൃത, ആരവല്ലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 ആഴ്ച കൂടിയാണ് സുപ്രീം കോടതി വിലക്ക് നീട്ടിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന്, ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ ഉത്തരവ് ഇപ്പോൾ 4 ആഴ്ചയും കൂടി നീട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദഗ്ധ സമിതി അംഗങ്ങളുടെ വിശദാംശങ്ങൾ അമിക്കസ് ക്യൂറിക്ക് നൽകണമെന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ബന്ധപ്പെട്ട അഭിഭാഷകർ അമിക്കസ് ക്യൂറിക്ക് വിദഗ്ധരുടെ നാമനിർദ്ദേശം ഉടൻ തന്നെ നൽകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഈ 100 മീറ്ററിൽ താഴെയുള്ള എല്ലാ പർവ്വതങ്ങളും ഇടിക്കാം എന്നുള്ള ആ ഒരു രാജസ്ഥാൻ സർക്കാരിന്റെ നിയമത്തിനെതിരെ, പ്രത്യേകിച്ച് ആ ഒരു ഭേദഗതിക്കെതിരെയാണ് വലിയ തോതിൽ വിമർശനം ഉയർന്നതും വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം, പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ സ്വമേധയാ ഒരു ഹർജി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതി നിരീക്ഷണം നിലവിൽ ഇപ്പോഴും രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകളിൽ ഇത്തരത്തിലുള്ള ഖനനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് സുപ്രീം കോടതി വിലയിരുത്തിയത്. പക്ഷേ ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ രാജസ്ഥാൻ സർക്കാർ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ സമിതിയിൽ ഉൾപ്പെടണം. ഈ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആരവല്ലി പർവ്വത മേഖലയിൽ തുടർ നടപടികൾക്ക് വിലക്ക് നീട്ടിയതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഇതിന്റെ അംഗങ്ങളെയും ഉടൻ തന്നെ സർക്കാർ ആരാണെന്നുള്ള അത് സുപ്രീം കോടതിയെ അറിയിക്കാൻ വേണം. അതോടൊപ്പം തന്നെ അവരുടെ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത്. പർവ്വത മേഖലയിൽ അനധികൃത ഖനനം ഇല്ല എന്ന് ഉറപ്പാക്കിയെന്ന് രാജസ്ഥാൻ സർക്കാർ പറയുമ്പോഴും എന്നാൽ ഇപ്പോഴും ചില മേഖലകളിൽ ഖനനം തുടരുകയാണ്. അതിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം വേണമെന്നും സർക്കാരിനെ ഇന്ന് സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.